ഹലോ എവരി വൺ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് ആയിരുന്നു. ബെസ്റ്റ് ഫസ്റ്റ് സെർച്ചിനെ ഓർ ഗ്രാഫ് എന്നും പറയും. സോ ഈ ബെസ്റ്റ് ഫസ്റ്റ് സെർച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ചിൽഡ്രനെയാണ് അല്ലെങ്കിൽ ചൈൽഡിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നേരത്തെ കാണിച്ച എക്സാമ്പിൾ ഇതാണ്. നേരത്തെ കാണിച്ച എക്സാമ്പിൾ ഇങ്ങനൊരു ഗ്രാഫ് ഇത് നമ്മൾ സെർച്ച് ചെയ്ത് എയിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്തു. ബി സി ഡിയിൽ നമുക്ക് ഡി ആദ്യം നല്ലതായി തോന്നി. അത് കഴിഞ്ഞപ്പോൾ ഡിയുടെ 2 ചിൽഡ്രൻ ഇയും എഫും ഉണ്ടാക്കി. ദെൻ നമ്മൾ വീണ്ടും ബിയിലേക്ക് തിരിച്ചു പോയി, ബിൻ്റെ ചിൽഡ്രൻ ഉണ്ടാക്കി. എഗെയിൻ വി കെയിം ബാക്ക് ടു ഇ. ഇൻ്റെ ചിൽഡ്രനാണ് ഐയും ജെയും. ഇങ്ങനെയാണ് ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് അതിൻ്റെ കുറച്ചും കൂടെ ടെക്നിക്കാലിറ്റീസ് നോക്കണം. സോ ഈ ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു സാധാ ട്രീയിലല്ല, നമുക്ക് വേണമെങ്കിൽ അതൊരു ഡയറക്റ്റഡ് ഗ്രാഫ്, അതായത് ഇപ്പോൾ നമ്മുടെ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം പോലത്തെ പ്രോബ്ലംസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല ഇപ്പോൾ ഒരു സിറ്റി വിസിറ്റ് ചെയ്തു, അതേ സിറ്റി തന്നെ വീണ്ടും വിസിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സോ വി ഹാവ് ടു എൻഷുർ ദാറ്റ് നോ പാത്ത് ഇസ് ഡൺ ഓർ ഗോൺ അഗെയിൻ ആൻഡ് അഗെയിൻ. സോ നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് പാത്ത് കളയുകയും വേണം. സോ സെർച്ച് ഗ്രാഫിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് പാത്ത്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഡയറക്റ്റഡ് ഗ്രാഫ്സ് യൂസ് ചെയ്യാം. സെർച്ചിങ് എ ഡയറക്റ്റഡ് ഗ്രാഫ് ഇൻ വിച്ച് ഈച്ച് നോഡ് റെപ്രസെൻ്റ് എ പോയിൻ്റ് ഇൻ പ്രോബ്ലം സ്പേസ്. സോ അതിൻ്റെ അകത്ത് ഒരു നോഡ്, നമ്മൾ നേരത്തെ ആ ഗ്രാഫിലെ ഒരു നോഡ് എ എന്ന് പറയുന്ന ഒരു നോഡ് എടുക്കുകയാണെങ്കിൽ ആ ഒരു നോഡിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്വന്തം പ്രോബ്ലം സ്റ്റേറ്റ് ഡിസ്ക്രിപ്ഷൻ, ദി അഡീഷൻ ഓഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്രോബ്ലം സ്റ്റേറ്റ്. ഇറ്റ് ഓൾസോ ഹാസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഹൗ പ്രോമിസിങ് ഇറ്റ് ഇസ്. ആ നോഡ് എത്ര പ്രോമിസിങ് ആണ് എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ. അതായത് അപ്പോൾ അതിൻ്റെ ബ്രാക്കറ്റിലൊരു 5 4 3 2 1 എന്നൊക്കെ ഒരു വാല്യൂ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ. അതായത് ഗോളിലേക്ക് എത്താൻ എത്ര ചാൻസ് ഉണ്ട്. ദെൻ എ പാരൻറ്റ് ലിങ്ക്, അതിൻ്റെ സ്വന്തം പാരൻ്റ് ആരാണെന്ന് കാണിക്കാനുള്ള ഒരു പാരൻറ്റ് ലിങ്ക് ഉണ്ടാവും. ആൻഡ് അതിൻ്റെ ചിൽഡ്രൻസിനെ സ്റ്റോർ ചെയ്യാനായിട്ട് ഉള്ള ഒരു മെത്തഡോളജി കാണും, മോസ്റ്റ്ലി ഒരു ലിങ്ക് ലിസ്റ്റ് പോലെ. സോ പാരൻറ്റ് ലിങ്ക് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാരൻറ്റ് ലിങ്ക് വെച്ചിട്ട് വി ക്യാൻ ആക്ച്വലി റിക്കവർ ദി പാത്ത് ടു ഗോൾ വൺസ് ദി ഗോൾ ഇസ് ഫൗണ്ട്. അതായത് ഏറ്റവും ബെസ്റ്റ് പാത്ത് ഏതാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ പാരൻറ്റ് ലിങ്ക് സൂക്ഷിച്ച് വയ്ക്കുന്നത്. സോ എനിക്കിപ്പോൾ ഒരേ നോഡിലേക്ക് തന്നെ 3 വഴിയിലെത്താമെന്നിരിക്കട്ടെ. ഒരു സ്ഥലത്തേക്ക് 3 വഴിയിലേക്കൂടെ എത്താം. ആദ്യം ഞാൻ ഒരു വഴിയിലൂടെ വന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആ വഴി അത്ര നല്ലതല്ല, അതിലും നല്ല വഴി വേറെ ഉണ്ടായിരുന്നു എന്ന്. സോ ഞാൻ പിന്നീട് നല്ല വഴി, അതായത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പാത്ത് ഞാൻ കണ്ടുപിടിച്ചു. സോ എനിക്ക് ഏറ്റവും അവസാനം നമ്മുടെ ഗോൾ എത്തിക്കഴിയുമ്പോൾ ഞാൻ വന്ന വഴി, അതായത് ഇനിയായാലും ആ വഴി തന്നെ വരികയാണെങ്കിൽ കോസ്റ്റ് ഏറ്റവും കുറവായിട്ടുള്ള ബെസ്റ്റ് പാത്ത് എനിക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പേരൻറ്റ് ലിങ്ക് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ലിസ്റ്റ് ഓഫ് സക്സസർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് പാത്ത് ഇനി അടുത്ത നോഡ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യണമല്ലോ, നമുക്ക് എത്തണ്ടേ, ഗോൾ സ്റ്റേറ്റിലേക്ക് എത്തണ്ടേ. അപ്പോൾ അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ലിസ്റ്റ് ഓഫ് സക്സസേഴ്സ് യൂസ് ചെയ്യുന്നത്. It will make it possible if a better path is found to an already existing node to propagate improvement down to its successors. പിന്നെ ഈ ഗ്രാഫിനെ, ഇങ്ങനെയുള്ളൊരു ഗ്രാഫിനെ നമ്മൾ ഓർ ഗ്രാഫ് എന്നാണ് പറയുന്നത്. ബിക്കോസ് അതിൻ്റെ ബ്രാഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ബ്രാഞ്ചും ഒരു ഓൾട്ടർനേറ്റ് പാത്താണ്. ഒരു സ്ഥലത്തേക്ക് പോകാൻ 3 വഴിയുണ്ടെങ്കിൽ ആ 3ഉം ഒരു ഓൾട്ടർനേറ്റ് പാത്താണ്. അതുകൊണ്ടാണ് അതിനെ ഓർ ഗ്രാഫ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് കോൾഡ് ഓർ ഗ്രാഫ്സ്. ഈ ഓർ ഗ്രാഫ് വെച്ചിട്ടാണ് നമ്മൾ ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് ചെയ്യുന്നത്. സോ ഇതിന് 2 ഡാറ്റ സ്ട്രക്ചേഴ്സ് വേണം, അല്ലെങ്കിൽ 2 ലിസ്റ്റുകൾ വേണം. ഒന്ന് ഓപ്പൺ ആൻഡ് സെക്കൻഡ് വൺ ഇസ് ക്ലോസ്. ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ദ നോഡ്സ് ദാറ്റ് ഹാവ് ബീൻ ജനറേറ്റഡ് ആൻഡ് ഹാവ് ഹാഡ് ദി ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ അപ്ലൈഡ് ബട്ട് വിച്ച് ഹാവ് നോട്ട് ഹാഡ് ബീൻ എക്സാമിൻഡ്. അതായത് ആ നോഡിനെ നമ്മൾ ഇപ്പോൾ തൽക്കാലം എടുത്തു, അതിൻ്റെ ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ, അതായത് ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ പറയാം. അപ്പോൾ ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത്, അതായത് ആ നോഡ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്, അതിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞു, അത് ബെസ്റ്റ് ആണോ അല്ലയോ എന്ന് നമ്മൾ അതിനെ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ അത് ബെസ്റ്റ് നോഡാണെങ്കിൽ മാത്രമേ നമ്മൾ അതിൻ്റെ സക്സസർ ഉണ്ടാക്കുള്ളൂ. ബെസ്റ്റ് നോഡല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ സക്സസർ ഉണ്ടാക്കില്ലായിരുന്നു. എയിന് 3 ചിൽഡ്രൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു നോഡിനെയാണ് നമ്മൾ സക്സസർ ഉണ്ടാക്കുള്ളൂ. പക്ഷേ എയിൻ്റെ എല്ലാ ചിൽഡ്രനെയും നമ്മൾ ഓപ്പണിലേക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട്. ഓക്കെ, സോ ഓപ്പൺ എന്ന് പറയുന്നത് ഒരു
പ്രയോറിറ്റി ക്യൂ ആണ്. അതിൻ്റെ ഹയസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ മോസ്റ്റ് പ്രോമിസിങ് ആയിട്ടുള്ള എലമെൻറ്റിനായിരിക്കും ഹയസ്റ്റ് പ്രയോറിറ്റി. ഇനി അടുത്തത് ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ എക്സാമിനെല്ലാം ചെയ്ത് കഴിഞ്ഞു, അതായത് അതിൻ്റെ ചിൽഡ്രൻ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ നോട്ട്സ്. അതിനെന്തിനാണ് സേവ് ചെയ്ത് വെക്കുന്നതെന്ന് വെച്ചാൽ നാളെ ചിലപ്പോൾ എനിക്ക് തോന്നുകയാണ് ഇതിന് ഞാൻ എക്സാമിനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും എനിക്ക് വേണമെങ്കിൽ അതിൻ്റെ പേരൻറ്റ് മാറാം, അല്ലെങ്കിൽ വേറെ വഴി കൂടെ വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് എത്താൻ കുറച്ചും കൂടി എളുപ്പമുണ്ടെന്ന് എനിക്ക് കുറച്ചേരം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ മനസ്സിലാവുന്നത്. സോ ഇതെല്ലാം ഞാൻ എടുത്തു വയ്ക്കുന്നുണ്ട്, ഒന്നിനെ ഞാൻ കളയുന്നില്ല, ഒരു പാത്തും ഞാൻ ഇഗ്നോർ ചെയ്യുന്നില്ല, എല്ലാ വഴികളും ഞാൻ അവിടെ തന്നെ എടുത്തു വയ്ക്കുന്നുണ്ട്. ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസേഴ്സ് ഇല്ലാത്തത്, സക്സസേഴ്സിനെയും കൂടെ ഉണ്ടാക്കിയ നോട്ട്സാണ് ക്ലോസ്ഡ്. ഇനി നമ്മുടെ ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ. സോ ഈ ബെസ്റ്റ് ഫസ്റ്റ് സെർച്ചിന് യൂസ് ചെയ്യുന്ന ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനാണ്. അതായത് ഈ ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഒരു പാത്ത് എത്ര പ്രോമിസിങ് ആണ് അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത്. സോ ഇതിൻ്റെ ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ ഒരു ഇക്വേഷനാണ് എഫ് ഡാഷ്, അതാണ് നമ്മുടെ ഹ്യൂറിസ്റ്റിക്കിൻ്റെ ആൻസർ, ഈക്വൽ ടു ജി പ്ലസ് എച്ച് ഡാഷ്. ഇത് ജി എന്താണെന്നും എച്ച് ഡാഷ് എന്താണെന്നും എഫ് ഡാഷ് എന്താണെന്നും നമുക്ക് നോക്കാം. ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിക്ക് മാത്രമാണ് ഇവിടെ ഒരു ഡാഷ് വാല്യൂ ഇല്ലാത്തുള്ളൂ. എഫിന് ഡാഷ് ഉണ്ട്, ജി പ്ലസ് എച്ചിന് ഒരു ഡാഷ് ഉണ്ട്. ആ ഡാഷിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒറിജിനൽ വാല്യൂ അല്ല, ഒരു എസ്റ്റിമേറ്റ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് പണിയാൻ പോകുമ്പോൾ നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കില്ലേ? എന്തിനാണ് എസ്റ്റിമേറ്റ് എടുക്കുന്നത്? നമുക്ക് മുൻകൂട്ടി ഇതായിരിക്കാം ഇതിൻ്റെ കാശ് എന്ന് പറയാനാണ്. എസ്റ്റിമേറ്റ് പോലെ തന്നെ ആ ബിൽഡിംഗ് പണി തീരണമെന്നുണ്ടോ? ഇല്ല, ചിലപ്പോൾ അത് കുറവ് കാശാവും, ചിലപ്പോൾ അത് കൂടുതൽ കാശാവും. നമുക്ക് ഒരു എസ്റ്റിമേറ്റഡ് വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്, ഈ എഫ് ഡാഷും എച്ച് ഡാഷും. പക്ഷേ ജിന് ഡാഷ് ഇല്ല. ദാറ്റ് മീൻസ് ജി എന്ന് പറയുന്നത് ഒറിജിനൽ കോസ്റ്റാണ്. അതായത് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് കോസ്റ്റ് ഓഫ് ഗെറ്റിംഗ് ഫ്രം ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് കറൻറ്റ് നോട്ടിലേക്ക് എത്താനുള്ള കോസ്റ്റാണ് ഈ പറയുന്ന ജി. ഇത് ഒരു എസ്റ്റിമേഷൻ അല്ല, ഒറിജിനൽ വാല്യൂ ആണ്, എക്സാക്ട് സമ്മാണ് ഓഫ് അപ്ലൈയിങ് ഈച്ച് ഓഫ് ദി റൂൾസ് ദാറ്റ് വർ അപ്ലൈഡ് അലോങ് വിത്ത് ദി ബെസ്റ്റ് പാത്ത് ടു ദി നോഡ്. ഇതൊരു നോൺ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. എന്തായാലും ഇനീഷ്യൽ നോഡിൽ നിന്ന് ഇനീഷ്യൽ നോഡിലേക്ക് എത്താൻ, ഇനീഷ്യൽ നോഡിൽ നിൽക്കുകയാണ്, ഇനീഷ്യൽ നോഡിൽ നിന്ന് കറൻറ്റ് നോഡിലേക്ക് എത്താനുള്ള വാല്യൂ ആണ്. ഇപ്പോൾ ഇനീഷ്യൽ നോഡാണെങ്കിൽ അതിൻ്റെ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. ബിക്കോസ് ആ നോഡിൽ തന്നെ വരാനുള്ള കോസ്റ്റ് ഇല്ല, 0. ഇനീഷ്യൽ നോഡിൽ നിന്ന് വേറെ ഏത് നോഡിലേക്ക് പോകാനായാലും നെഗറ്റീവ് വാല്യൂ വരില്ലല്ലോ. ഇനീഷ്യൽ നോഡിൽ നിന്ന് മുകളിലേക്കൊന്നും പോകാനില്ലല്ലോ. മുകളിലേക്ക് എന്തെങ്കിലും പോകാനുള്ളെങ്കിലല്ലേ, അതിനേക്കാളും താഴെ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ എന്തായാലും പോകില്ല. അതിൻ്റെ ചിൽഡ്രൻ ഉണ്ടാകുമ്പോൾ എന്തായാലും ഇനീഷ്യൽ നോഡിൽ നിന്ന് ഇപ്പോൾ ഉള്ള നോഡിലേക്ക് വരാൻ എന്തായാലും ഒരു കോസ്റ്റെങ്കിലും വരും. സോ അതൊരിക്കലും ഒരു നെഗറ്റീവ് വാല്യൂ വരില്ല. ഇനി അടുത്തത് എച്ച് ഡാഷ്. എച്ച് ഡാഷ് എന്ന് പറയുന്നത്, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അൽഗോരിതം ചെയ്യുമ്പോൾ ഈ എച്ച് ഡാഷിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ ആ ഒരു എക്സാമ്പിൾ ആ ഗ്രാഫ് കാണിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ബ്രാക്കറ്റിലൊരു വാല്യൂ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ? ബിക്ക് 5, എക്ക് സിക്ക് വേറെ 6, ഇക്ക് 3. ആ വാല്യൂ ആണ്, അതൊരു എസ്റ്റിമേറ്റഡ് കോസ്റ്റാണ്. ഇറ്റ് ഈസ് ആൻ എസ്റ്റിമേറ്റ് കോസ്റ്റ് ഓഫ് എസ്റ്റിമേഷൻ ഓഫ് അഡീഷണൽ കോസ്റ്റ് ഓഫ് ഗെറ്റിംഗ് ഫ്രം കറൻറ്റ് നോഡിൽ നിന്ന് ഗോൾ സ്റ്റേറ്റിലേക്ക് എത്താനുള്ള എസ്റ്റിമേറ്റഡ് കോസ്റ്റാണ്. അതായത് ഇത് ഒറിജിനൽ കോസ്റ്റ് അല്ല, ഇത് ഇത്രയും ആകാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ഈ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടാവും. ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി കണ്ടുപിടിക്കുന്നത്. ജി എന്ന് പറയുന്നത് ആ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് ക്ലിയർലി മനസ്സിലാവും. ഇനി എഫ് ഡാഷ് ഈക്വൽ ടു ജി പ്ലസ് എച്ച് ഡാഷ്. എഫ് ഡാഷും ഒരു എസ്റ്റിമേറ്റഡ് കോസ്റ്റാണ്. ഇറ്റ് ഈസ് എ കോസ്റ്റ് ഓഫ് ഗെറ്റിംഗ് ഫ്രം ഇനീഷ്യൽ നോഡിൽ നിന്ന് ഗോൾ സ്റ്റേറ്റിലേക്ക് എത്താനുള്ള ഫൈനൽ ഒരു എസ്റ്റിമേറ്റഡ് കോസ്റ്റാണ്. സോ നമ്മൾ പറയുന്ന പാത്തിലൂടെ പോയി കഴിഞ്ഞാൽ, ഞാൻ പറയുകയാണ് എയിൽ നിന്ന് ആദ്യം ബിയിൽ വരുന്നു, ബിയിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഐയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഗോൾ സ്റ്റേറ്റിൽ എത്താമെന്ന് ഞാൻ പറയുകയാണ്. സോ ഈ എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ ഒരു എസ്റ്റിമേറ്റഡ് കോസ്റ്റാണ് ഓഫ് ഗെറ്റിംഗ് ഫ്രം ഇനീഷ്യൽ സ്റ്റേറ്റ് ടു ഗോൾ സ്റ്റേറ്റ്. എഫ് ഡാഷ് ഈക്വൽ ടു ജി പ്ലസ് എച്ച് ഡാഷ് ആണ്. ഇതിൻ്റെ അതിപ്പോൾ ഗോളിലേക്ക് എത്താൻ മോർ ദാൻ 1 പാത്തുകളുണ്ട് എങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് പാത്ത്, ഏറ്റവും കുറവ് കോസ്റ്റുള്ള പാത്തായിരിക്കും സെലക്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ ആക്ച്വൽ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം. ബെസ്റ്റ് ഫസ്റ്റ് സെർച്ചിൽ ആക്ച്വലി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. വി പ്രൊസീഡ് ഇൻ സ്റ്റെപ്സ്, എക്സ്പാൻഡിങ് ഈച്ച് നോഡ് അറ്റ് ഈച്ച് സ്റ്റെപ്പ്. ഓരോ നോഡും ഓരോ സ്റ്റെപ്പിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം അൺടിൽ ഗോൾ സ്റ്റേറ്റ് കിട്ടുന്ന വരെ. അതായത് നമ്മൾ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ചെയ്യുന്ന പോലെ തന്നെ, പക്ഷേ ഇതിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത്.
ഓരോ സ്റ്റെപ്പിലും നമ്മൾ മോസ്റ്റ് പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു നോഡ് എടുക്കുന്നു. ആ നോഡ് തൽക്കാലം ദാറ്റ് ഹാവ് ബീൻ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എക്സ്പാൻഡ് ചെയ്തിട്ടില്ല, അതായത് അതിന് ചിൽഡ്രൻ ഉണ്ടായിട്ടില്ല എന്നാണെങ്കിൽ അതിന് സക്സസർ ഉണ്ടാക്കും. അതിൻ്റെ അകത്തുനിന്ന് ജനറേറ്റ് സക്സസേഴ്സ് ഓഫ് ദി ചൂസൺ നോഡ്, അതിൻ്റെ അകത്തേക്ക് വീണ്ടും ഇതേ ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. എന്നിട്ട് അതിന് ഓപ്പൺ എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക് എടുത്തു വയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ നോഡ് ഓപ്പണിൽ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് എടുത്തു വയ്ക്കുള്ളൂ. ഓൾറെഡി അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എടുത്തു വയ്ക്കേണ്ട കാര്യമില്ല. ഇനി നമ്മുടെ ഒറിജിനൽ അൽഗോരിതം, ബെസ്റ്റ് ഫസ്റ്റ് സെർച്ചിൻ്റെ അൽഗോരിതം, ഇതൊരു ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എ സ്റ്റാർ അൽഗോരിതത്തിൻ്റെ ഒരു എന്താ പറയുക ബേസാണ്. സോ ഇത് ഒരു ബേസ് അൽഗോരിതമാണ്. സോ ഇത് ചെറിയ അൽഗോരിതം ആയിരിക്കും. So we are start the open containing the initial state until a goal is found or there are no nodes present in open like initial state എടുത്തു വെച്ചു, ഗോൾ ഫൗണ്ട് ചെയ്യുന്നവരെ അല്ലെങ്കിൽ ഓപ്പണിൻ്റെ അകത്ത് നോഡൊന്നും ഇല്ലാത്തവരെ. ഓപ്പണിൽ ഏതെങ്കിലും എല്ലാ നോഡും നമ്മൾ ക്ലോസ്ഡ് ആക്കി കഴിഞ്ഞാൽ എല്ലാ നോഡിനും സക്സസർ ഉണ്ടാക്കി, ഇനി ഒന്നിനും സക്സസർ ഉണ്ടാക്കാൻ ബാക്കിയില്ല. അങ്ങനെയാണെങ്കിൽ ഓപ്പണിലൊന്നും ഉണ്ടാവില്ല, എല്ലാം ക്ലോസ്ഡിലായിരിക്കും. അപ്പോൾ എന്താണ് അതിനർത്ഥം? എല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി, പക്ഷേ എനിക്ക് ഗോൾ കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല, നിർത്താൻ പരിപാടി. സോ ഗോൾ കിട്ടുന്നവരെ അല്ലെങ്കിൽ ഓപ്പണിൻ്റെ അകത്ത് നോഡ്സ് ഒന്നും ഇല്ലാത്തവരെ. ഓപ്പണിൽ ഒരു നോഡെങ്കിലും ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താ, ആ നോഡിന് ചിൽഡ്രൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ടില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഹോപ്പ് ഉണ്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യാമെന്ന്. സോ നമ്മൾ ലൂപ്പ് ചെയ്യാണ്. പിക്കപ്പ് ദി ബെസ്റ്റ് നോഡ് ഓൺ ഓപ്പണിൻ്റെ അകത്ത് ഇപ്പോൾ ഇരിക്കുന്നതിൽ ഏറ്റവും നല്ല നോഡിനെ നമ്മൾ പിക്ക് ചെയ്യണം. അതായത് എൻ്റെ ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ നോക്കുമ്പോൾ ഏറ്റവും കുറവ് കോസ്റ്റുള്ള ഒരു നോഡിനെ നമ്മൾ പിക്ക് ചെയ്യുന്നു, അതിൻ്റെ സക്സസേഴ്സിനെ ഉണ്ടാക്കുന്നു. എന്നിട്ട് വീണ്ടും ഈ പരിപാടി വീണ്ടും റിപ്പീറ്റ് ചെയ്യണമല്ലോ. ഇനി ഓരോ സക്സസറിനും എന്ത് ചെയ്യുക, അത് ജനറേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അത് ജനറേറ്റ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ, അതായത് അത് ഓപ്പണിൽ ആ നോഡ് ഉണ്ടോ എന്ന് നോക്കുക. ആ നോഡ് ഓപ്പണിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, അതിന് മുമ്പ് നമ്മൾ അതിനെ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. സോ അതിനെ ഓപ്പണിൽ ഇല്ല എന്നാണെങ്കിൽ അതിനെ ഓപ്പണിലേക്ക് എടുത്ത് വയ്ക്കുക. അതിൻ്റെ പേരൻറ്റ് റെക്കോർഡ് ചെയ്യുക. അതായത് എവിടെ നിന്നാണ് ഇതിപ്പോൾ ആരുടെ പേരൻ്റാണെന്നുള്ളത്, ഇതിൻ്റെ പേരൻ്റ് ആരാന്നുള്ളത് നമുക്ക് ക്ലിയർലി എടുത്തു വയ്ക്കണം. എന്നിട്ട് ഇത് ഓൾറെഡി ജനറേറ്റഡ് ആണ് എങ്കിൽ, ജനറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഓപ്പണിൽ കിടപ്പുണ്ടെങ്കിൽ അതിനർത്ഥം ഒന്നെങ്കിൽ അത് ക്ലോസ്ഡിൽ അതായത് ഒന്നെങ്കിൽ അത് ഓപ്പൺഡാണ് പക്ഷെ അത് ക്ലോസ്ഡിലില്ല. അപ്പോൾ അത് ഓപ്പണിലുണ്ട് എന്നാണെങ്കിൽ എന്ത് ചെയ്യുക, ജനറേറ്റഡ് ബിഫോർ ആണെങ്കിൽ അതിൻ്റെ പേരൻറ്റ് ചേഞ്ച് ചെയ്യുക. അതായത് നേരത്തെ ഓപ്പൺ ചെയ്തായിരുന്നു പക്ഷേ അതിനേക്കാളും നല്ലൊരു പാത്താണ് ഇപ്പോൾ കിട്ടിയതെങ്കിൽ എന്ത് ചെയ്യുക, ഇറ്റ് ഹാസ് ബീൻ ജനറേറ്റഡ് ബിഫോർ, ചേഞ്ച് ദി പേരൻറ്റ് ഇഫ് ദി ന്യൂ പാത്ത് ഇസ് ബെറ്റർ ദാൻ പ്രീവിയസ് വൺ. നേരത്തെ നമ്മൾ വന്ന വഴി അതിനേക്കാളും നല്ല വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ വരുന്നതെങ്കിൽ അതിൻ്റെ പേരൻറ്റിനെ ജസ്റ്റ് ചേഞ്ച് ചെയ്യുക. അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ നോക്കണം, അതിൻ്റെ കോസ്റ്റും കൂടി അപ്ഡേറ്റ് ചെയ്യണം. ഇൻ ദാറ്റ് കേസ് update the cost of getting to this node and to any of its successors, and this node may already have. So ഓരോ തവണയും അത് ഓപ്പണിൽ ഓൾറെഡി ഉണ്ട് എങ്കിൽ ഇപ്പോൾ നമ്മൾ വന്ന പാത്തും അന്നേരം അതിൻ്റെ പേരൻറ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ അത് രണ്ടെണ്ണത്തിൽ ഏറ്റവും ബെറ്റർ ഏതാണെന്ന് നോക്കുക. ആ ബെറ്ററിനെ എടുത്ത് പേരൻ്റാക്കി തന്നെ വയ്ക്കുക. ഇപ്പോൾ പുതിയതായിട്ട് വന്നത് നല്ലതല്ല എങ്കിൽ പഴയത് തന്നെ പേരൻ്റായിട്ട് ഇരുന്നോട്ടെ. സോ എന്നിട്ട് അതിന് ഇനി എന്തെങ്കിലും സക്സസേഴ്സ് ഉണ്ടെങ്കിൽ ആ സക്സസേഴ്സിനോട് എല്ലാവരോടും പറയണം, എൻ്റെ പാരൻ്റ് മാറി എന്നുള്ള കാര്യം എല്ലാവരെയും അറിയിക്കണം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓക്കെ. സോ ഇവിടെ ഇപ്പോൾ കൺസിഡർ നമുക്ക് there are more than one path of getting from ഇ എന്ന് പറയുന്നൊരു നോഡ്, ആ ഇ എന്ന് പറയുന്ന നോഡിലേക്ക് എത്താനായിട്ട് ഒന്നല്ല 2-3 വഴി ഉണ്ടെന്നിരിക്കട്ടെ. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, നമുക്ക് ഇപ്പോൾ ആദ്യം ഞാൻ ഡി ആണ് അതിൻ്റെ പേരൻറ്റ് മാർക്ക് ചെയ്തിരുന്നത്. സോ ഇപ്പോൾ ആ സിന്ന് ഇയിലേക്കും ഒരു വഴി ഉണ്ടെന്നിരിക്കട്ടെ.
ഒരു വര അവിടെ ഉണ്ടെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. സോ 2 വഴിയുണ്ട്, ഒന്നുകിൽ സിന്ന് ഇയിലേക്ക് എത്താം അല്ലെങ്കിൽ ഡിന്ന് ഇയിലേക്ക് എത്താം. സോ നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്ത് വെച്ചത് ഡിന്ന് ഇയിലേക്ക് എത്തുന്ന വഴിയാണ് റെക്കോർഡ് ചെയ്ത് വെച്ചത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി സിന്ന് ഇയിലേക്ക് എത്തുന്നത് അതിലും നല്ലൊരു വഴിയാണെന്ന് എനിക്ക് കണ്ടുകിട്ടി. സോ വാട്ട് ഹാപ്പൻസ് ഇസ് സിന്ന് ഇ എന്നുള്ളത് ഞാൻ അതിൻ്റെ പേരൻറ്റിനെ മാറ്റുകയാണ്. ആ ഡി ഇ എന്ന് പറയുന്ന വര ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് സി ഇയിലേക്ക് ഞാനൊരു വര ഇട്ടു എന്നിരിക്കട്ടെ. സോ അതിൻ്റെ പേരൻറ്റ് മാറി. ഈ പേരൻറ്റ് മാറിയ ഈൻ്റെ ചിൽഡ്രനോട് പറയണ്ടേ? അതായത് അയാൾ നേരത്തെ ഡീൻ്റെ താഴെയായിരുന്നു, ഇപ്പോൾ അയാൾ സീൻ്റെ താഴെയാണ്. സോ ആ കാര്യം ഈ മാത്രം അറിഞ്ഞാൽ പോരാ, ഈൻ്റെ താഴെ കിടക്കുന്ന എല്ലാവരും അറിയണം. സോ ഐനോടും പറയണം, ജെയിനോടും പറയണം. സോ അത്രയാണ് ബേസിക്കലി ഇതിൻ്റെ അകത്ത് നടക്കുന്നുള്ളൂ. ഓക്കെ, സോ ഇനി ആണ് നമ്മുടെ എ സ്റ്റാർ അൽഗോരിതം. എ സ്റ്റാർ അൽഗോരിതം എന്ന് പറയുന്നത് നമ്മുടെ ഈ ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് തന്നെയാണ്. അതിൽ യൂസ് ചെയ്യുന്ന സെയിം F', G', H', ഓപ്പൺ, ക്ലോസ്ഡ് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബെസ്റ്റ് ഫസ്റ്റ് സെർച്ചിന് എന്ന് പറയുന്നത് എ സ്റ്റാറിൻ്റെ ഒരു സിംപ്ലിഫിക്കേഷനാണ്. അതായത് എ സ്റ്റാർ എന്ന് പറയുന്നതാണ് ഒറിജിനൽ അൽഗോരിതം. സോ എ സ്റ്റാർ അൽഗോരിതം ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത് സെയിം സാധനം നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത ഓപ്പൺ, ക്ലോസ്ഡ്, പിന്നെ നമ്മുടെ ഹ്യൂറിസ്റ്റിക് ഫങ്ഷൻ എഴുതണം. ഇതെല്ലാം എഴുതണം. ബേസിക് ഓപ്പറേഷൻസ് ഓഫ് ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് എഴുതിയിട്ട് വേണം നമ്മൾ എ സ്റ്റാർ അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. സോ എ സ്റ്റാർ അൽഗോരിതം, സോ ഇതിൻ്റെ അകത്ത് അൽഗോരിതം മാത്രമേ ഉള്ളൂ. സോ സ്റ്റാർട്ട് വിത്ത് ഓപ്പൺ കണ്ടെയ്നിങ് ഒൺലി ദി ഇനീഷ്യൽ നോഡ്. ഇനീഷ്യലി ഓപ്പണിൻ്റെ അകത്ത് ഇനീഷ്യൽ നോഡ് മാത്രമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സെറ്റ് ദാറ്റ് നോഡിൻ്റെ ജി വാല്യൂ എന്ന് പറയുന്നത് 0 ആക്കി വയ്ക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ നോഡിൽ നിന്ന് കറണ്ട് നോഡിലേക്ക് എത്താനുള്ള കോസ്റ്റാണ്. ഇനീഷ്യൽ നോഡിൽ നിന്ന് ഇനീഷ്യൽ നോഡിലേക്ക് എത്താനുള്ള കോസ്റ്റ് 0 ആണ്. അതിൻ്റെ H' വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ H' എന്ന് പറയുന്ന വാല്യൂ ഒരു എസ്റ്റിമേറ്റ്, അത് നമുക്ക് തന്നിട്ടുണ്ടാവും. നമുക്ക് പ്രോബ്ലം ആണ്, ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് തന്നിട്ടുണ്ടാവും അത്. അപ്പോൾ അതുകൊണ്ട് H' വാല്യൂനെ പറ്റി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. H' വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്. സോ H' വാല്യൂ എന്താണോ അത് അങ്ങനെ തന്നെ നടക്കട്ടെ. അപ്പോൾ അതിൻ്റെ F' വാല്യൂ എന്ന് പറയുന്നത് H' + 0 ആയിരിക്കും. എന്നിട്ട് ക്ലോസ്ഡ് ഒരു എം ടി ലിസ്റ്റാണ്. ബിക്കോസ് ഇതിൻ്റെ ഇപ്പോൾ ചിൽഡ്രൻ ഉണ്ടാക്കിയിട്ടില്ല. ചിൽഡ്രൻ ഉണ്ടാക്കി കഴിഞ്ഞാലാണ് ഇത് ക്ലോസിലേക്ക് മൂവ് ആവുകയുള്ളൂ. സോ ഇനി നമ്മൾ ലൂപ്പ് ചെയ്യാൻ പോകണം. അൺടിൽ എ ഗോൾ ഇസ് ഫൗണ്ട് റിപ്പീറ്റ് ദ ഫോളോയിങ് പ്രൊസീജിയർ. 2A ആയിട്ടില്ല കേട്ടോ, ഇതെല്ലാം 2ൽ വരുന്നതാണ്. 2ൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ കിടക്കുന്നത് മൊത്തം. ഇഫ് ദർ ഇസ് നോ നോഡ് ഓൺ ഓപ്പണിൻ്റെ നോഡൊന്നും ഇല്ലെങ്കിൽ ഫെയിലിയർ ആണ്. അതല്ല എന്നാണെങ്കിൽ പിക്ക് എ നോഡ് ഓൺ ഓപ്പൺ വിത്ത് ലോവസ്റ്റ് F' വാല്യൂ. അതായത് ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ്റെ വാല്യൂ ഏറ്റവും കുറവുള്ള ഓപ്പണിൻ്റെ അകത്തെ നോഡ് എടുക്കുക. അതിനെ ബെസ്റ്റ് നോഡ് എന്ന് അതിൻ്റെ പേര് കൊടുക്കുക. BEST NODE, അതൊരു പേരാണ്, നെയിമാണ്. ഇതൊരു നോഡിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് ബെസ്റ്റ് നോഡ്. അതിനെ നമ്മൾ ഓപ്പണിൽ നിന്ന് റിമൂവ് ചെയ്യുക, ക്ലോസിലേക്ക് എടുത്തു വയ്ക്കുക. ഇനി എന്ത് ചെയ്യുക? ബെസ്റ്റ് നോഡ് എന്ന് പറയുന്നത് ഗോൾ നോഡാണോ എന്ന് നോക്കുക. ആണെങ്കിൽ നമുക്ക് കിട്ടി, പരിപാടി നിർത്തുക. അതല്ല എന്നുണ്ടെങ്കിൽ ജനറേറ്റ് സക്സസേഴ്സ് ഓഫ് ബെസ്റ്റ് നോഡ്. നമ്മൾ എന്തിനാണ് അതിൻ്റെ ക്ലോസിലേക്ക് എടുത്ത് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ സക്സസർ ഉണ്ടാക്കാൻ പോവുകയാണ്. ഉണ്ടാക്കിയില്ലായിരുന്നു, പക്ഷേ ഉണ്ടാക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായാലും അതാണെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അതിനെടുത്ത് ഇപ്പോഴേ എടുത്ത് ക്ലോസിലേക്ക് എടുത്ത് വെച്ചത്. അതിൻ്റെ സക്സസേഴ്സ് ഉണ്ടാക്കുക. ബട്ട് ഡു നോട്ട് സെറ്റ് ബെസ്റ്റ് നോഡ് ടു പോയിൻറ്റ് ടു ദം യെറ്റ്. അതിനെ ഇപ്പം തൽക്കാലം അതിൻ്റെ പേരൻറ്റ് സെറ്റ് ചെയ്യേണ്ട. പേരൻറ്റ് നമുക്ക് 2Aയിൽ സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഓരോ സക്സസറിനും എന്ത് ചെയ്യുക? ആദ്യം തന്നെ അതിൻ്റെ സെറ്റ് ദി സക്സസർ പോയിൻറ്റ് ബാക്ക് ടു ദി ബെസ്റ്റ് നോട്ട്. ഇവിടെയാട്ടോ 2A വന്നേക്കുന്നത്. ഓരോ സക്സസറിനും ചെയ്യേണ്ട കാര്യമാണ് എഴുതിയേക്കുന്നത്. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സക്സസർ എടുക്കുന്നു. ആ സക്സസർ അതിൻ്റെ അകത്ത് ഓപ്പണിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് സക്സസറിനെ എടുക്കുന്നു. അതിൻ്റെ ബെസ്റ്റ് നോഡെന്ന് വിളിക്കുന്നു. ആ സക്സസർ ഗോൾ സ്റ്റേറ്റ് ആണെങ്കിൽ അതിനെ എക്സിറ്റ് ചെയ്യുക. അതല്ല എങ്കിൽ അതിൻ്റെ സക്സസേഴ്സ് ജനറേറ്റ് ചെയ്യുക. പക്ഷേ അതിന് ഇപ്പോൾ തൽക്കാലം പോയിൻ്റ് ചെയ്യിക്കേണ്ട. ഇപ്പോൾ ബെസ്റ്റ് നോഡിന് ഒരു 3 സക്സസർ ഉണ്ടെങ്കിൽ 3 സക്സസറിനും എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസറിനെ ബെസ്റ്റ് നോഡിലേക്ക് പോയിൻ്റ് ചെയ്യിക്കുക. ബിക്കോസ് അതിൻ്റെ പേരൻ്റാണല്ലോ, സക്സസറിൻ്റെ പേരൻ്റാണ് ബെസ്റ്റ് നോഡ്. എന്നിട്ട് എന്ത് ചെയ്യുക? കമ്പ്യൂട്ട് G of successor equal to G of best node plus cost of getting from best node to successor. അതായത് ബെസ്റ്റ് നോഡിൻ്റെ ഒരു ചിൽഡ്രനാണ് സക്സസർ.
അതൊക്കെയാണോ? ഇപ്പോൾ എയിന്ന് ബി സി ഡി കിട്ടിയെന്നിരിക്കട്ടെ. സോ എ ആണ് ബെസ്റ്റ് നോഡ്, ബി സി ഡി നമ്മുടെ സക്സസറിൻ്റെ ബീൻ്റെ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ജി ഓഫ് ബെസ്റ്റ് നോഡ്. നമ്മൾ ആ എയിലേക്ക് എ വരെ നമ്മൾ നമുക്ക് എ വരെ എത്താനുള്ള കോസ്റ്റ് നമുക്കറിയാം. ഇപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ നോഡാണെങ്കിൽ 0 ആയിരിക്കും എൻ്റെ ജി, പ്ലസ് കോസ്റ്റ് ഓഫ് ഗെറ്റിംഗ് ഫ്രം ബെസ്റ്റ് നോഡ് ടു സക്സസർ. ബെസ്റ്റ് നോഡ് അതായത് എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ, എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ ഒരേ ഒരു വഴിയുള്ളൂ, ഒറ്റ ലൈനേ ഉള്ളൂ. ഒരു ലൈനുള്ളെങ്കിൽ ഒന്നാണ് അതിൻ്റെ കോസ്റ്റ്. സോ ഇപ്പോൾ ഓക്കെ, ഈ ജെയിൻ്റെ ഒറിജിനൽ കോസ്റ്റ്, അതിലേക്ക് ജെയിലേക്ക് എത്താൻ എന്തോരം കോസ്റ്റ് എടുക്കും, അതായത് അതിൻ്റെ ജീൻ്റെ വാല്യൂ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെയിന്ന് ഇയിലേക്ക് എത്താനായിട്ട് ജെയിൻ്റെ നേരെ എന്താ പറയുക, പേരൻറ്റ്, ജെയിൻ്റെ പേരൻ്റ് എന്ന് പറഞ്ഞാൽ ഇ ആണല്ലോ. ഇന്നാണ് ഐയും ജെയും ഉണ്ടായത്. സോ ജെയിന്ന് ഇയിലേക്ക് എത്താനുള്ള കോസ്റ്റ് 1. ഇനി എനിക്കറിയേണ്ടത് ഇനീഷ്യൽ നോഡിൽ നിന്ന് ജെയിലേക്ക് എത്താനുള്ള കോസ്റ്റാണ് സത്യം പറഞ്ഞാൽ ജി എന്ന് പറയുന്നത്. സോ നമ്മൾ ഇത്രയും കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എയിന്ന്, അതായത് ഇനീഷ്യൽ നോഡിൽ നിന്ന് ഇയിലേക്ക് എത്താൻ എന്തോരം സമയം എടുത്തു എന്ന് നോക്കിയാൽ പോരെ. സോ എന്തോരം കോസ്റ്റ് എടുത്തു എന്ന് നോക്കിയാൽ പോരെ. സോ എയിന്ന് ഇയിലേക്ക് എത്താനായിട്ട് ആദ്യം എയിന്ന് ഡിയിലെത്തണം. എയിന്ന് ഡിയിലേക്ക് എത്താൻ 1, ഡിന്ന് ഇയിലേക്ക് എത്താൻ 2. സോ എയിന്ന് ഇയിലേക്ക് എത്താനുള്ള കോസ്റ്റ് 2, ഇന്ന് ജെയിലേക്ക് എത്താനുള്ള കോസ്റ്റ് 1. 2 + 1 3. സോ ഏത് നോഡ് എടുത്താലും ആ നോഡിൻ്റെ തൊട്ട് പേരൻറ്റ്, ആ പേരൻറ്റിൻ്റെ ജി ഓഫ് എച്ച് നോക്കുക. ജി ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ, ഇനീഷ്യൽ നോഡിൽ നിന്ന് ആ കറൻറ്റ് നോഡിലേക്ക് എത്താനുള്ള കോസ്റ്റ്. ദാറ്റ്സ് ഇറ്റ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ജി ഓഫ് സക്സസർ ഈക്വൽ ടു ജി ഓഫ് ബെസ്റ്റ് നോഡ് പ്ലസ് കോസ്റ്റ് ഓഫ് ഗെറ്റിംഗ് ഫ്രം ബെസ്റ്റ് നോഡ് ടു സക്സസർ കണ്ടുപിടിക്കുക. വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർലി മനസ്സിലാവും. ഇനി എന്ത് ചെയ്യുക, ഈ സക്സസർ എന്ന് പറയുന്നത് ഓപ്പണിലുള്ള ഏതെങ്കിലും നോഡാണോ, അതായത് ഓൾറെഡി ആ നോഡിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ എന്നറിയണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, നേരത്തെ അതിനെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരെന്ത് ചെയ്യുക, ഓൾഡ് എന്ന് കൊടുക്കുക. ബിക്കോസ് അതിനെ നമ്മൾ നേരത്തെ നോക്കിയതാണ്, പക്ഷേ ആ സാധനം ചിലപ്പോൾ അന്ന് നോക്കിയപ്പോൾ നമുക്ക് പ്രോമിസിങ് ആയിട്ട് തോന്നിയില്ല, ഇപ്പോഴായിരിക്കും ചിലപ്പോൾ പ്രോമിസിങ് ആയത്. സോ അതിൻ്റെ പേര് ഓൾഡ് എന്ന് കൊടുക്കുക. ത്രോ സക്സസർ അവേ, ബിക്കോസ് സക്സസർ എന്ന് പറയുന്ന പേര് ഇനി ആവശ്യമില്ല, ബിക്കോസ് രണ്ടും ഒന്ന് തന്നെയാണ്. ഓൾഡ് തന്നെയാണ് സക്സസർ തന്നെയാണ് ഓൾഡ്. സോ ആ സക്സസർ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ ഇ ആണെങ്കിൽ ഇ എന്ന് പറയുന്ന ആൾ, ഇൻ്റെ പേരൻ്റാണ്, ഇൻ്റെ ചൈൽഡാണ് ഐയും ജെയും. ആ ജെ എന്ന് പറയുന്ന ഓൾറെഡി ഓപ്പൺ ചെയ്തൊരു നോഡ് ആണ് എങ്കിൽ എന്ത് ചെയ്യുക, അതിന് ഓൾഡ് എന്ന് പേര് കൊടുക്കുക. ഇനി നമ്മൾ ഡിസൈഡ് ചെയ്യണം, ഇപ്പം നേരത്തെ നമ്മൾ ആ നോഡിനെ വിസിറ്റ് ചെയ്തതാണ്. അപ്പോൾ ആ വിസിറ്റ് ചെയ്യാൻ നേരത്ത് അതിനിപ്പോൾ ഒരു പേരൻ്റ് ഉണ്ട്. ആ പേരൻ്റ് വഴിയാണോ അതെയോ ഇപ്പം നമ്മൾ ഡിസ്കവർ ചെയ്ത വഴിയാണോ ഏറ്റവും നല്ലത് എന്ന്. സോ നൗ വി മസ്റ്റ് ഡിസൈഡ് വെദർ ഇറ്റ് ഈസ് ചീപ്പർ ടു ഗെറ്റ് ഓൾഡ് വയ ഇറ്റ്സ് കറൻറ്റ് പാരൻറ്റ്, അതായത് ഓൾഡിനെ നേരത്തെ ഓപ്പണിൽ അത് കയറ്റി വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു പേരൻ്റ് ഉണ്ടായിരുന്നു, ആ വഴി എത്തുന്നതാണോ അതെയോ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച ബെസ്റ്റ് നോഡ് വഴി എത്തുന്നതാണോ നല്ലത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് അതിൻ്റെ ജി വാല്യൂ നോക്കി അറിയാം. രണ്ടും നോക്കുമ്പോൾ പഴയതിൻ്റെ ജി വാല്യൂ ആണ് കൂടുതലെങ്കിൽ ആ വഴി പോകില്ല. അതല്ല ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത വഴി എന്ന് പറയുന്നത് വേറെ പാരൻ്റ് വഴിയായിരിക്കും എത്തിയത്. അപ്പോൾ വേറെ പാരൻ്റ് വഴിയാണ്, അതാണ് നല്ല വഴിയെങ്കിൽ അത് ചൂസ് ചെയ്യുക. ഓൾഡാണ് ചീപ്പർ എങ്കിൽ ഒന്നും ചെയ്യണ്ട, അതായത് പഴയ വഴി തന്നെയാണ് ചീപ്പർ എങ്കിൽ ഒന്നും ചെയ്യണ്ട. അതല്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ഓൾഡിൻ്റെ പേരൻ്റ് ലിങ്ക് എങ്ങോട്ട് പോയിൻ്റ് ചെയ്യിക്കുക, ബെസ്റ്റ് നോഡിലേക്ക് പോയിൻ്റ് ചെയ്യിക്കുക. ബെസ്റ്റ് നോഡാണ് ഇവിടെയുള്ളതാണ് ബെസ്റ്റ് നോഡ് കേട്ടോ. ബെസ്റ്റ് നോഡും ബെസ്റ്റ് നോഡിൻ്റെ ചൈൽഡാണ് സക്സസർ. അപ്പോൾ അതിൽ കൂടെ വരാനാണ് ഏറ്റവും നല്ല പാത്ത് എങ്കിൽ ആ വഴിയാണ് നമ്മൾ പോവുള്ളൂ. അപ്പോൾ അതിൻ്റെ ലിങ്ക് മാറ്റി കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്, വേറെ ചെയ്യാനില്ല. ചീപ്പർ പാത്ത് ഏതാണോ അതേ നമ്മൾ എടുക്കുകയുള്ളൂ. ഏത് വഴി പോകാനാണോ എളുപ്പം ആ വഴി നമ്മൾ എടുക്കുകയുള്ളൂ. ന്യൂ ചീപ്പർ പാത്ത് റെക്കോർഡ് ചെയ്യുക. ഇൻ ജി ഓഫ് ഓൾഡ് അപ്ഡേറ്റ് എഫ് ഡാഷ് ഓഫ് ഓൾഡ്, ഓൾഡിൻ്റെ എഫ് ഡാഷ് ഓഫ് ഓൾഡും അപ്ഡേറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ അടുത്ത വരാവുന്നൊരു പോസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇത് പിന്നെ എളുപ്പമാണ്. ഇത് ഓപ്പണിലുണ്ടത്,
ഓപ്പണിലാണ് ഇരിക്കുന്നത്. അതായത് അതിൻ്റെ ഇപ്പോൾ ചിൽഡ്രൻ ഒന്നുമില്ല. അതായത് ഒരു നോഡുണ്ട്, ആ നോഡിന് ചിൽഡ്രനും കൂടെ വരുമ്പോഴാണ് നമ്മുടെ കോംപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് എന്താ കോംപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ എൻ്റെ പേരൻറ്റിനെ മാറ്റി, ഞാനൊരു നോഡാണ്, ഞാൻ എൻ്റെ പേരൻറ്റിനെ മാറ്റുകയാണെങ്കിൽ ഞാൻ എൻ്റെ ചിൽഡ്രനോടും ഈ കാര്യം പറയണം. ഓക്കെ, എനിക്കൊരു പാരൻ്റ് ഉണ്ടായിരുന്നു. ആ പാരൻറ്റിനെ എനിക്ക് മനസ്സിലായി ആ പാരൻ്റ് കൊള്ളില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ വേറെ വഴി കൂടെ പോകാൻ തീരുമാനിച്ചു. സോ എൻ്റെ താഴെയും വേറെയും കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അവരോടും ഞാൻ ഇതേ കാര്യം പറയണം. ഇപ്പം എൻ്റെ ബോസ് മാറി. ഇപ്പം ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. ഞാൻ ഇത്രയും നാളും ഐ വാസ് വർക്കിംഗ് അണ്ടർ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ എൻ്റെ ഹെഡ് എന്ന് പറയുന്നത് HOD, നമ്മുടെ HOD ആണ്. പക്ഷേ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത്, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നെ അവിടെ നിന്ന് മാറ്റി ഞാൻ MCA ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റി. സോ എൻ്റെ അണ്ടറിൽ കുറച്ച് പേര് വർക്ക് ചെയ്യുന്നുണ്ടെന്നിരിക്കട്ടെ. എൻ്റെ സബോർഡിനേറ്റ്സ് ആയിട്ടൊരു 3-4 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. സോ എന്നെ MCAയിലേക്ക് മാറ്റുമ്പോൾ എൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നവരെ മാറ്റുകയാണ്. അപ്പോൾ അവരോടും പറയണം, ഞാനിപ്പോൾ MCA ആണ്, MCA ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മൾ എന്നുള്ള കാര്യം ഞാനും എൻ്റെ താഴെയുള്ളവരോടും ഞാൻ അറിയിക്കണം. അപ്പോൾ അതൊരു കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. മറ്റേതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു, എന്നോട് മാത്രം പറഞ്ഞാൽ മതി. എൻ്റെ താഴെ ആരും ഇല്ല എങ്കിൽ എന്നോട് മാത്രം പറഞ്ഞാൽ മതി. സോ എന്നെ മാത്രം മാറ്റിയാൽ മതിയായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല, എൻ്റെ താഴെയുള്ളവരോടും ഇതേ ചേഞ്ചസ് ഞാൻ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, സോ അതാണ് ഈ സ്റ്റെപ്പ്. ഇപ്പോൾ സക്സസർ ഓപ്പണിലല്ല, ക്ലോസ്ഡിലാണെന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അതിന് ഇപ്പോൾ ചിൽഡ്രൻ ഉണ്ട്. സോ ആ നോഡിന് ഇപ്പോൾ നമ്മൾ പേര് കൊടുക്കുകയാണ് ക്ലോസ്ഡ് ഓൾഡ് എന്ന് പറഞ്ഞ് പേര് കൊടുക്കുകയാണ്. നേരത്തെ വെറും ഓൾഡായിരുന്നു, ഇപ്പോൾ ക്ലോസ്ഡ് ഓൾഡാണ്. അതിലൊന്നും വലിയ കാര്യമില്ല, ഓൾഡ് തന്നെ. എന്നിട്ട് അതിനെ ലിസ്റ്റ് ഓഫ് ബെസ്റ്റ് നോഡിൻ്റെ സക്സസർ ആക്കി വെച്ചു. ഇനി പുതിയ പാത്താണോ പഴയ പാത്താണോ ബെറ്റർ? പഴയ പാത്താണ് ബെറ്റർ എങ്കിൽ ഒന്നും ചെയ്യണ്ട, അങ്ങനെ തന്നെ വച്ചേക്കുക. ഇനി അതല്ല, ഫൗണ്ട് എ ബെറ്റർ പാത്ത് ടു ക്ലോസ് ടു ഓൾഡ് ആണെങ്കിൽ നമുക്ക് ആ ചേഞ്ച്, ഇനി അതല്ല നമ്മുടെ പുതിയ പാത്താണ് ബെറ്റർ എങ്കിൽ ആ ചേഞ്ച് ഇമ്പ്രൂവ്മെൻറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യണം, ഓൾഡിൻ്റെ സക്സസേഴ്സിനോടും അറിയിച്ചു കൊടുക്കണം. ബിക്കോസ് ഇതൊരു ട്രിക്കി പ്രോസസ്സാണ്. ബിക്കോസ് ഈ ചേഞ്ച് താഴെയുള്ള എല്ലാവരും, എത്ര താഴെ എന്തോരം ഉണ്ടെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ എൻ്റെ താഴെയുള്ള ഒരാൾക്ക് അയാൾക്ക് വേറെ ചിൽഡ്രൻ ഉണ്ടാവും. അപ്പോൾ അയാളുടെ അണ്ടറിൽ വേറെ 4 പേരുണ്ടെന്നിരിക്കട്ടെ, ആ 4 പേരോടും പറയണം. അപ്പോൾ ഇതെന്തോരം ഇതിൻ്റെ താഴത്തേക്ക് ഉണ്ടെന്ന് അറിയാൻ പാടില്ല, പക്ഷെ എല്ലാവരോടും ഇത് ഇൻഫോം ചെയ്യണം. പക്ഷേ ഓൾ പോയിൻറ്റ്സ് ടു ഇറ്റ്സ് സക്സസേഴ്സ്, ഈച്ച് സക്സസർ ഇൻ ടേൺ പോയിൻറ്റ്സ് ടു ഇറ്റ്സ് സക്സസേഴ്സ്. അതായത് എൻ്റെ താഴെയുള്ള ആൾക്ക് പിന്നെയും കുറേ സക്സസേഴ്സ് കാണും, അപ്പോൾ അവരോടും പറയണം. സോ ആ ബ്രാഞ്ച് എപ്പോൾ ടെർമിനേറ്റ് ചെയ്യുന്നു, അതായത് ഇനി ആരോടും പറയാനില്ല എന്നുള്ള രീതിക്ക് വരെ എല്ലാവരോടും ഇതെല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്യണം. വൈൽ പ്രൊപ്പഗേഷൻ ചെക്ക് ഇഫ് ദി പാത്ത് ത്രൂ, ഈ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ എന്ത് സംഭവിക്കാമെന്ന് വെച്ചാൽ കറൻറ്റ് പാത്ത് ചിലപ്പോൾ ബെറ്റർ അല്ലാണ്ടാവും. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് പ്രൊപ്പഗേഷൻ സ്റ്റോപ്പ് ചെയ്യാം. സോ ദിസ് ആക്ച്വലി എ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. ഇനി അതല്ല, സക്സസർ ഓപ്പണിലും ഇല്ല ക്ലോസ്ഡിലും ഇല്ല എന്നാണെങ്കിൽ, അതായത് ഇപ്പോൾ തൽക്കാലം അങ്ങനെ നോഡിനെ നമ്മൾ ഇന്നേ വരെ വിസിറ്റ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ അതിനെടുത്ത് ഓപ്പണിൽ വയ്ക്കുക. എന്നിട്ട് ബെസ്റ്റ് നോഡിൻ്റെ സക്സസർ എന്ന് പറയുന്ന ലിസ്റ്റും അപ്ഡേറ്റ് ചെയ്യുക. ജസ്റ്റ് കമ്പ്യൂട്ട് എഫ് ഡാഷ് ഓഫ് സക്സസർ ഈക്വൽ ടു ജി ഓഫ് സക്സസർ പ്ലസ് എച്ച് ഡാഷ് ഓഫ് സക്സസർ. ജി എന്ന് പറയുന്ന ആക്ച്വൽ കോസ്റ്റ്, എച്ച് ഡാഷ് എന്ന് പറയുന്ന എസ്റ്റിമേറ്റ്, എഫ് ഡാഷും വിൽ ബി ആൻ എസ്റ്റിമേറ്റഡ് വാല്യൂ. Okay, that is all about A star algorithm. Thank you.